ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഹെയർ കെയറിൽ ഞാനൊരു പുതിയ പരീക്ഷണം നടത്തിയതിൻ്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടു കാണും. അത് വേറെ ഒന്നുമല്ല, റോസ്മേരി ആയിരുന്നു. ഞാൻ ഒരാഴ്ച ഒരു ഹെയർ പാക്ക് പോലെ യൂസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ ഞാനിത് വെച്ചിട്ട് മോർണിംഗ് ഹെയർ കെയറിൽ ടോണർ പോലെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള റിവ്യൂവിൻ്റെ വീഡിയോയും അതെങ്ങനെയാണ് ഉപയോഗിച്ചതെന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന റോസ്മേരി. ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്, മീഷോയിൽ നിന്നാണ് മേടിച്ചത്. ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. ഒരാഴ്ച ഞാനിത് പാക്ക് പോലെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് തേച്ചു. പാക്കായിട്ട് തേച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്, ആദ്യം 10 മിനിറ്റ് വെച്ചു, പിന്നെ 15 മിനിറ്റ് വെച്ചു, പിന്നെ 20 മിനിറ്റ്, അങ്ങനെ ഒരു 4 ദിവസം ഒന്നടയിട്ട ദിവസങ്ങളിൽ തേച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസങ്ങളിൽ ആദ്യത്തെ 2 ദിവസം ഞാൻ താളി ഉപയോഗിച്ച് കഴുകി കളഞ്ഞിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് കണ്ടപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യവും 4ാമത്തെ പ്രാവശ്യവും വെറുതെ വെള്ളത്തിൽ കഴുകി കളയുമായിരുന്നു. അങ്ങനെ ഒരാഴ്ച നോക്കി ഒരു 7-8 ദിവസത്തെ ഇങ്ങനെ തന്നെ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല, മുടി കൊഴിച്ചിലോ അങ്ങനെയൊന്നും ഇല്ലയെന്ന് തോന്നി. അപ്പോൾ പെട്ടെന്നൊരു റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റില്ലല്ലോ. മുടി കൊഴിയുന്നില്ല, വേറെ ഇച്ചിങ്ങോ ഇറിറ്റേഷനോ അങ്ങനെയൊന്നും ഇല്ല എന്ന് തോന്നിയപ്പം കുഴപ്പമില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇനി ഞാനിത് മോർണിംഗ് ഹെയർ കെയറിൽ ചെയ്യുമ്പോൾ രാവിലെ ഹെയർ ടോണറായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ടോണർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ആദ്യം കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 2 സ്പൂണ് റോസ്മേരിയുടെ ഡ്രൈ ലീവ്സ് ആണ് എടുക്കുന്നത്. ഒരു 2 സ്പൂണ് മതിയാവും. ചെറിയൊരു ബോട്ടിലാണ് ഞാൻ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ്. ചെറിയൊരു ബോട്ടിലായതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളത്തിന് ഒരു 2 ടീസ്പൂൺ എന്ന കണക്കിലാണ് ഞാൻ എടുത്ത് തിളപ്പിക്കാറുള്ളത്. അങ്ങനെ 2 സ്പൂൺ എടുത്തു. ഇനി ഇത് നന്നായിട്ട് കഴുകണം. ഞാനിത് കഴുകി ഉണക്കി വെച്ചിട്ടില്ല. നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ ചീത്തയായി പോകും എന്നുള്ളത് കൊണ്ട് കഴുകി ഉണക്കാനായിട്ട് നിന്നില്ല. അപ്പം നമ്മൾ ആവശ്യത്തിന് എടുക്കുന്നുണ്ട് കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴുകുന്നുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല പൊടിയും ഇതിൻ്റെ കമ്പും കോലും ഒക്കെ കാണും. അപ്പോൾ പൊടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ എപ്പോഴും ഇപ്പോൾ കഴുകിയാണ് എടുക്കുന്നത്. ഞാനത് കാണിച്ചു തരാം. കഴുകി കഴിയുമ്പോൾ ഈ വെള്ളത്തിനടിയിലായിട്ട് നന്നായിട്ട് പൊടി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴുകിയ ശേഷമേ ഉപയോഗിക്കാറുള്ളൂ. അതിൻ്റെ ആ വെള്ളത്തിനടിയിൽ കിടക്കുന്നുണ്ടോ, നന്നായിട്ട് കരടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് എങ്ങനത്തെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വൃത്തിയായിട്ട് എടുത്തിട്ട് അങ്ങനെ ഞാനത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്തിട്ട് നമ്മൾ തിളപ്പിക്കാനായിട്ടാണ് പോകുന്നത്. നമ്മൾ പാക്ക് തേക്കുന്ന പോലെയല്ല, ടോണറായിട്ട് തേക്കുന്നുണ്ടേ അധികം മുടിയിൽ ഒത്തിരി നനവായിട്ട് തേക്കാൻ പാടില്ല. എന്നാൽ സ്കാൽപ്പിലെല്ലാം ഒന്ന് പറ്റുകയും വേണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് തേച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും ഡ്രൈ ലീവ്സ് ആയതുകൊണ്ട് ഇത് പൊങ്ങി കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് തിളപ്പിച്ച ശേഷം പിന്നെ അത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടെ തിളപ്പിച്ചെടുക്കണം. അതിന് ഇടയ്ക്കിടയ്ക്ക് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇല മൊത്തം മുകളിലായിട്ട്, വെള്ളത്തിന് മുകളിലായിട്ട് കിടക്കും. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്ത് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആദ്യം ഇതാ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം 1 മിനിറ്റ് ഇങ്ങനെ നിന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കുക. ഞാൻ ഈ ടോണർ എന്നും യൂസ് ചെയ്യാറില്ല. എന്നൊക്കെയാണോ ഹെയർ വാഷ് ചെയ്യുന്ന ആ ദിവസങ്ങളിലാണ് ടോണർ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇതിനൊരു മണമുണ്ട്, പിന്നെ ഇതിനൊരു ചെറിയൊരു പശപ്പ് പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നൊക്കെയാണോ ഹെയർ വാഷ് ചെയ്യുന്നത് ആ ഒരു ദിവസങ്ങളിൽ മാത്രം മോർണിംഗ് ഹെയർ കെയറിൽ ഈ ഒരു ടോണറായിട്ട് ഇത് യൂസ് ചെയ്ത് ചെയ്യാറേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ചെയ്യുന്നവർക്ക് കഴുകി കളയാതെ ഇരിക്കാം. ചിലരിത് രാത്രിയിലാണ് തേക്കുന്നത്. നമുക്കറിയില്ലല്ലോ ഇത് നമുക്ക് സ്യൂട്ട് ആവുമോ ഇല്ലയോ ഒന്നും. അപ്പോൾ രാത്രി ഹെയർ കെയർ ചെയ്തിട്ട് അത് മുടിയിൽ വെച്ചുകൊണ്ട് കിടക്കാനായിട്ട് അത്യാവശ്യം പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ മോർണിംഗിൽ ഞാൻ ചെയ്യും. അതും ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രം. അപ്പോൾ ഇത് തീ ഞാനിപ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റോളം ഇങ്ങനെ കിടന്ന് ഇതൊന്ന് തിളയ്ക്കട്ടെ. അതിനിടയ്ക്ക് ഒന്ന് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം.
ഇപ്പം ദാ ഇത് കണ്ടോ, ഏകദേശം ഒരു 15 മിനിറ്റ് അടുത്ത് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് തണുപ്പിക്കണം. തണുപ്പിക്കുമ്പോൾ ഇങ്ങനെ തുറന്ന് വയ്ക്കാതെ അടച്ചു കൊടുത്തിട്ട് ആ അടച്ചിരുന്ന് അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങി അത് സാവധാനം തണുത്ത് വരണം. അപ്പോഴാണ് ഇതിനെ കൂടുതൽ, ഈ വാട്ടറിനെ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒരടപ്പ് വെച്ച് നന്നായിട്ട് അടയ്ക്കാം. അടച്ച് ആ ഒരു രീതിയിലിരുന്ന് ഇതാ നന്നായിട്ട് തണുത്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്ടറിൻ്റെ കളർ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു തുണിയാണ് എടുത്തേക്കുന്നത്. തുണിയാകുമ്പോൾ നമുക്ക് ഒട്ടും പൊടിയില്ലാതെ തന്നെ അരിച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷേ അരിപ്പയിലൊക്കെ ആകുമ്പം പൊടിയൊക്കെ കാണും. അതുകൊണ്ടാണ് ഞാൻ തുണിയിൽ അരിച്ചെടുക്കുന്നത്. തുണിയിൽ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ പൊടിയില്ലാതെ കിട്ടും. അതുകൊണ്ടാണ് തുണി ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ തുണി ഉപയോഗിച്ച് അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോസ്മേരി വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സൂക്ഷിക്കാനായിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ ആക്കി വെക്കണം. സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ടോപ്പ് ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും, നമുക്ക് ഏതാണോ സൗകര്യം, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നന്നായിട്ട് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബോട്ടിലൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം ഉണങ്ങിയ ബോട്ടിലൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ എടുക്കുന്ന ബോട്ടിൽ വന്നിട്ട് നേരത്തെ റോസ്മേരി വാട്ടർ ഇരുന്ന ബോട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണ് പോകുന്നത്. പിന്നെ ഇത് വന്നിട്ട് എനിക്ക് ഒരാഴ്ചത്തേക്ക് ഉണ്ടാവും ഒരു ബോട്ടിൽ. അത് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസത്തിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ എന്നും ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് തീരും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബാക്കി വരാറുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സ്പ്രേ ബോട്ടിലാക്കുന്നത് നമുക്കത് ഉപയോഗിക്കാനുള്ള എളുപ്പം കൊണ്ടാണ്. ഇതാകുമ്പോൾ സ്പ്രേ ബോട്ടിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് സ്പ്രേ ബോട്ടിലാക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലൊക്കെ എടുത്ത് വെച്ചിട്ട് കോട്ടൺ ഡിപ്പ് ചെയ്ത് നമുക്ക് സ്കാൽപ്പിൽ തേച്ച് കൊടുത്താലും മതിയാവും. ഞാനിതൊരു ബോട്ടിലാക്കി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. രാവിലെ മുടിയൊക്കെ ചീകി കെട്ടൊക്കെ കളഞ്ഞ് വെച്ചേക്കുവാണ്. ഇനി നമ്മുടെ സ്കാൽപ്പിൽ അവിടെ ഇവിടെ ആയിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് എല്ലായിടത്തും ആകുന്ന രീതിയിൽ, എന്നാൽ ഒരുപാട് നനയാത്ത രീതിയിൽ നമുക്കിത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുത്ത് അത് ഉണങ്ങുന്നിടം വരെ, ഒത്തിരി അങ്ങ് തലയിലായിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങുന്നിടം വരെ നമ്മളിതൊന്ന് മസാജ് ചെയ്ത് മുടി അഴിച്ചിട്ട് തന്നെ ഇരിക്കണം. എന്നിട്ട് അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ വേണം മുടി കെട്ടി വെക്കാനായിട്ട്. ഞാനിവിടെ ഫോൺ വെച്ചപ്പം ഒരു കയ്യൂന്നിയാണ് അവിടെ നിൽക്കുന്നത്. കയ്യൂന്നി ആയതുകൊണ്ട് അത് മാറ്റാനും ഒന്നും പറ്റിയില്ല. ഫോൺ വെക്കേണ്ട സൗകര്യത്തിനും കൊണ്ട് അവിടോട്ട് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് വകുപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ പാക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കേണ്ടതില്ല. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മസാജ് ചെയ്ത് സ്കാൽപ്പിൽ മൊത്തം ആക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ നനവില്ല എന്നുണ്ടെങ്കിൽ കെട്ടിവെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് അത്യാവശ്യം നനഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങുന്നിടം വരെ മുടി അഴിച്ചിട്ടിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കെട്ടിവെക്കാം. എന്നിട്ട് നമ്മൾ കുളിക്കാൻ നേരത്ത് കഴുകി കളഞ്ഞാൽ മതിയാവും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് തേച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കെട്ടിവെക്കുക. അധികം ആയിട്ടില്ല, സ്കാൽപ്പിലൊന്നും നനവ് പോലെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് റോസ്മേരി വാട്ടർ ഉപയോഗിച്ച് മോർണിംഗ് ഹെയർ കെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഹെയർ കെയർ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.